Sunithas World എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ്. ഒരു 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, തേങ്ങ, ഉലുവാപ്പൊടി. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു തരാം എത്രയാണ് ഉപയോഗിക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നമ്മൾ ആദ്യം തന്നെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേപോലെ യൂണിഫോമായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ കൈ നീറാതെയും നീറാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഒരേപോലെ ഒരേ കനത്തിൽ നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഫ്രൈ ആയിട്ട് വരാൻ ആവശ്യമുള്ള എണ്ണ നമ്മൾ എണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പം എണ്ണ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അല്പം ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ടതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ 100 ഗ്രാം ഇഞ്ചി വഴണ്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ വേണ്ട ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കണം, എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്, ഞാൻ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പേസ്റ്റായിട്ടാണല്ലോ ഇഞ്ചി അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കറിയുടെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി അല്പം തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് മൂത്ത് വരുമ്പം അതും എണ്ണയ്ക്കകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. അടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ഒരേപോലെ അരിഞ്ഞെടുക്കുക. ഒരു 10 ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളകും കൂടെ ഞാൻ ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം പച്ചമുളക് ഇത് ഒത്തിരി എരിവുള്ള മുളകായതുകൊണ്ട് ചെറിയൊരു മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്, കറിവേപ്പില ഇടുന്നത് ഇല്ല ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ഫ്രൈ ആയി വന്നു. ആറിക്കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് നല്ല പേസ്റ്റായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ ആവശ്യത്തിന് നല്ലതായിട്ട് അരയും. പക്ഷേ ഇഞ്ചി നമ്മൾ ഒന്ന് മിക്സി ഒന്ന് റിവേഴ്സ് അടിച്ച് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിലാണ് നമുക്ക് ഇഞ്ചി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അങ്ങ് പേസ്റ്റല്ല, എന്നാൽ ചെറിയൊരു തരിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി. അടുത്ത് തന്നെ നമ്മൾ പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് താളിക്കണം. അപ്പോൾ എണ്ണ ചൂടായി, ഇതിലേക്ക് കടുകിട്ട് കൊടുത്തു. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് വേണം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കുക. 1 ടേബിൾ സ്പൂൺ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചേർക്കേണ്ടവർ അതിൽ കുറച്ച് ചേർക്കുക. 3/4 ടേബിൾ സ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്ര ഈ മസാലകളിട്ട് നല്ലതായിട്ടൊന്ന് ഈ
പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് അപ്പോൾ ഇത് തീ കുറച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് മസാല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകിൽ സിമ്മിലിടുക അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് അടുത്ത ബർണറിലോട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ അതവിടെ മസാലയൊക്കെ മൂത്തു. അതിലേക്ക് ചെറിയ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഗ്രേവി ആയിട്ട് വേണ്ടത്, അധികം ലൂസായിട്ടല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ഒരല്പം ഗ്രേവി ആക്കാൻ വേണ്ടിയുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസമൊക്കെ കേടാകാതിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള, ചെറുനാരങ്ങയല്ല, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അതിൽ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതാണിപ്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ പുളിയുടെ ഒരു മണം മാറുന്നിട വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ മസാല ചേർത്തു, പുളി ചേർത്തു. ഇനി നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ്. ഈ സമയത്ത് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ വീഡിയോയും സ്കിപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് ഇതൊന്ന് ഗ്രേവി ആകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇഞ്ചി, പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി പിന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അധികം സമയം എടുക്കത്തില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഇഞ്ചിക്കറി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഒരു തൊടുകറിയായിട്ട് നമുക്ക് സൈഡിൽ ഇലയുടെയോ പാത്രത്തിലോ ഒക്കെ വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റിലിവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ ലാസ്റ്റിലാണ് നമ്മൾ മണ്ടയ്ക്കോട്ടിട്ട് കൊടുത്ത്. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കുക. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 ദിവസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും. നമ്മൾ ചൂടുവെള്ളമാണല്ലോ ചേർത്ത്. അപ്പോൾ ഇത് അപ്പം ഞാനിതിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മുടെ ഉപ്പും പുളിയും മധുരവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. ബൈ.